കണ്ണൂർ കായലോട് സദാചാര ഗുണ്ടായിസം നേരിട്ട യുവതി ജീവനൊടുക്കിയ കേസിലാണ് ഇപ്പോൾ 3 പേർ അറസ്റ്റിലായിരിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി അരുൺ പൂപ്പറമ്പ് ഇപ്പോൾ ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന്. അരുൺ, ഈ പിടിയിലായ ആളുകൾക്ക് ഏതെങ്കിലും രാഷ്ട്രീയ പശ്ചാത്തലമുണ്ടോ? വിവരങ്ങൾ എന്തൊക്കെയാണ് അരുൺ? പോലീസ് എന്തൊക്കെ വിവരങ്ങൾ നൽകുന്നു? ഉന്മേഷ്, രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്. ഇവർ പ്രാദേശിക SDPI പ്രവർത്തകരാണ് എന്നതാണ് പോലീസ് പറയുന്നത്. 3 പേരെയാണ് പിണറായി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്: ഈ റസീനയും അതോടൊപ്പം തന്നെ ഈ മർദ്ദനത്തിനിരയായിട്ടുള്ള യുവാവും അവർ തമ്മിൽ പരിചയത്തിലാണ്, അവർ സുഹൃത്തുക്കളാണ്. ഈ റസീനയെ കാണുന്നതിന് വേണ്ടിയാണ് റസീനയുടെ നാട്ടിൽ ഞായറാഴ്ച വൈകിട്ട് 3 മണിയോടെ ഈ യുവാവ്, മയിൽ സ്വദേശിയായിട്ടുള്ള യുവാവ് എത്തിയത്. കാറിലാണ് എത്തിയത്. അതിനുശേഷം ഇവർ കാറിൽ ഇരുന്നു കൊണ്ടാണ് സംസാരിക്കുന്നത്. സംസാരിക്കുന്നതിനിടെ ഇപ്പോൾ പ്രതികളായിട്ടുള്ള 3 പേർ, അതോടൊപ്പം തന്നെ മറ്റു ചിലർ കൂടി ഉണ്ടായിരുന്നു എന്ന് ഇവരുടെ മൊഴിയിൽ, പ്രത്യേകിച്ച് ആത്മഹത്യാക്കുറിപ്പിലും അതോടൊപ്പം തന്നെ യുവാവിൻ്റെ മൊഴിയിലും പറയുന്നുണ്ട്. അതിനുശേഷം ഇതെന്താണെന്ന് ഇവരെ ചോദ്യം ചെയ്യുന്നു. അതിനിടെ ചിലർ അസഭ്യം പറഞ്ഞു എന്നുൾപ്പെടെയുള്ള പരാതിയുണ്ട്. അങ്ങനെ ആദ്യഘട്ടത്തിൽ 3 പേർ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ കൂടുതൽ ആൾക്കാർ അവിടത്തേക്ക് വന്നു. പരസ്യമായി അവിടുന്ന് ഇവരെ അപമാനിച്ചു, അവഹേളിച്ചു എന്നതാണ് പറയുന്നത്. അതിനുശേഷം ഈ റസീനയെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. യുവാവിനെ തൊട്ടടുത്തുള്ളൊരു മൈതാനത്ത് കൊണ്ടുപോയി അവിടുന്ന് ക്രൂരമായി മർദ്ദിച്ചെന്നും കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോണും അതോടൊപ്പം തന്നെ ടാബും ഇവർ കൈക്കലാക്കി എന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. ഇതിൽ നിർണായകമായത് ഈ യുവതിയുടെ ആത്മഹത്യാക്കുറിപ്പാണ്. 17-ാം തീയതിയാണ് റസീന തൻ്റെ വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മുറിയിൽ നിന്ന് തന്നെ പോലീസ് 3 പേജുള്ള ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയിരുന്നു. അതിൽ വിശദമായി ഞായറാഴ്ച നടന്ന സംഭവത്തെപ്പറ്റി റസീന പരാമർശിച്ചിട്ടുണ്ട്. അതിൽ ആൾക്കാരുടെ പേരുൾപ്പെടെ പരാമർശിച്ചിട്ടുണ്ട്. നടന്ന കാര്യങ്ങളെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് 3 പേരെ, പ്രാദേശിക SDPI പ്രവർത്തകരായിട്ടുള്ള 3 പേരെ പിണറായി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. കൂടുതൽ പേർ ഈ പ്രതിപട്ടികയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് പോലീസ് പറയുന്നത്. നിലവിൽ തലശ്ശേരി ACPയുടെ നേതൃത്വത്തിൽ മേൽനോട്ടത്തിൽ വിശദമായ അന്വേഷണത്തിലേക്ക് ഈ കാര്യത്തിൽ കടന്നിട്ടുണ്ട് എന്നതാണ്. ഇത് കൃത്യമായി പോലീസ് തന്നെ പറയുന്നതനുസരിച്ച് ഒരു സദാചാര ഗുണ്ടായിസമാണ്. ആ ഗുണ്ടായിസത്തിൽ മനോവിഷമത്തെ തുടർന്നാണ് റസീന ജീവനൊടുക്കിയത് എന്ന് തന്നെയാണ് പോലീസിൻ്റെ FIRലും പറയുന്നത്. അതിൽ കൂടുതൽ അന്വേഷണത്തിലേക്ക് തലശ്ശേരി ACPയുടെ മേൽനോട്ടത്തിൽ പോലീസ് കടക്കുന്നു എന്നതാണ് ഇപ്പോൾ ഒടുവിലായി ലഭിക്കുന്ന വിവരം. ഉന്മേഷ്, ശരി. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത് ഇപ്പോൾ കണ്ണൂരിൽ നിന്ന്.